വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. അപ്പനെന്താ ഇവിടെ വന്നേക്കുന്നേ? അപ്പനെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എൻ്റെ അപ്പന് വീടിനകത്ത് എവിടെയെങ്കിലും ഇരിക്കെ കിടക്കുക എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? മോനെ, ആ വേലായനെ വിളിച്ച് ഇതിൻ്റെ തടമൊക്കെ ഒന്ന് ശരിയാക്കി ആ മടലും പൊതുമ്പൊക്കെ ഇറക്കി ഒന്ന് വൃത്തിയാക്കിയ തേങ്ങ ഇപ്പം കിട്ടുന്നതിൻ്റെ ഇരട്ടി കിട്ടും. ഇപ്പം കിട്ടുന്നതിൻ്റെ ഇരട്ടി തേങ്ങ കിട്ടിയ അപ്പൻ എന്ത് ചെയ്യാൻ പോകുന്നു? കൊപ്പറ കച്ചവടം തുടങ്ങാൻ പോകുന്ന? നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടുന്നില്ലേ, അത് പോരെ? ശരിടാ, ഓരോരോ കണ്ടുപിടുത്തങ്ങളേ. അപ്പനകത്തേക്ക് പോയേ. അപ്പന് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു വഴിക്ക് പോകുമ്പോഴേ ഇങ്ങനെ വഴക്കുണ്ടാക്കി മുഖം പിരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടേ പോകുന്ന വഴിക്ക് പോകുന്ന കാര്യങ്ങളെ അധോഗതിയായിരിക്കും. അങ്ങനെ ആഗ്രഹമുള്ളവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പനോട് ചുരുങ്ങിയ പക്ഷം മര്യാദയോടെങ്കിലും സംസാരിക്കണം. എൻ്റെ ഞാൻ എന്ത് മര്യാദകേടാ പറഞ്ഞത്? ഞാനൊരു തർക്കത്തിനുമില്ല. നീ നിന്റെ വഴിക്ക് പോകാൻ നോക്ക്. ഇവിടെ ആരും ഇല്ലെന്ന് വെച്ചേ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാം. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം ഓർമ്മയുണ്ടല്ലോ? അപ്പന് ഞാൻ പറയണ മനസ്സിലാണ്ട? മനസ്സിലായി. മനസ്സിലാവാതിരിക്കാൻ ഞാൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ. കൊച്ചു കുഞ്ഞായിരുന്നെങ്കിൽ ഇതിനേലും എളുപ്പം അനുസരിപ്പിക്കാമായിരുന്നു. നീ വീണ്ടും തർക്കത്തിനും ബഹളത്തിനുള്ള ഭാവമാണോ? എങ്കിൽ എനിക്ക് അതിൽ താല്പര്യമില്ല. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പ്രഭാഷകൻ 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ. എല്ലാ കാരണവന്മാരുടെ വിധി ഇങ്ങനെയാണാവോ? അതെ അപ്പ ഞാനെപ്പോഴാ വരണ്ടേ? അതെ, ഞാൻ പരിപാടി ചെയ്യുമ്പോൾ നിന്നെ വിളിക്കാം. അപ്പം നീ വന്നാൽ മതി. അപ്പൊ ആ ദേവസ്യേട്ടൻ ഉണ്ടാവില്ലേ? ദേവസ്യേന ഉണ്ടാവും, പൈലുണ്ടാവും, പിന്നെ മൈക്കിളും ഉണ്ടാവും. ചിലപ്പോൾ പറയതുണ്ടാവും. എന്നാ അങ്ങനെയാട്ടെ. കഴിയുമ്പോൾ നിന്നെ വിളിച്ചോളാം. അപ്പം വിളിച്ചാ മതി. ഓക്കെ. അപ്പൊ ശരി എന്നാ. ഓക്കെ. ശരിടാ. എന്തു പറ്റിയടാ നീ ഇത്രയും വൈകിയത്? അല്ലേ തന്നെ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കാൻ നിനക്കെങ്ങനെ കഴിയുന്നു? അത് തന്നെയാ ഞാൻ നിന്നെ പറ്റിയും ചിന്തിക്കുന്നത്.
ഇങ്ങനെ തോന്നുന്നിടത്ത് പോകാനും വരാനും ഒക്കെ കഴിയുന്നതെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ദേവസി, എടാ, മകനും മരുമകളും ഒരു വിധത്തിലും ഒരു സമാധാനവും തരുന്നില്ല. അവിടെ ഇരിക്കാൻ പാടില്ലേ, ഇവിടെ കിടക്കാൻ പാടില്ലേ, ഇത് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അവർക്ക് ഞാൻ 24 മണിക്കൂറും എവിടെയെങ്കിലും ഇരിക്കണം, എവിടെയെങ്കിലും കിടക്കണം. എടാ, അതവർക്ക് നിന്നോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. കേട്ടിട്ടില്ലേ, വയസ്സായാൽ കണ്ണു കേട്ടിന്ന. അതാ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഒരു സ്വാതന്ത്ര്യമില്ലാതെ വെറുതെ ഒരു ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ശക്തമായ താക്കീത് തന്നിട്ടാ അവൻ പോയിരിക്കുന്നത്. ആര്? ജോൺസണോ? അതെ, അല്ലാതെ ആരാ? ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് താഴത്തും തലയിലും വെക്കാതെ വളർത്തിയതാ. ഇപ്പൊ എന്നെ കട്ടിലും കസേരയിലായിട്ടാ വളർത്തണേ. എടാ, നീ ഇതൊക്കെ എത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടാ? അല്ലേ തന്നെ വീട് എങ്ങനെയാ ജയിൽ പോലെ തോന്നുന്നത്? ആ പിന്നെ കഴിഞ്ഞ ആഴ്ച പള്ളി കഴിഞ്ഞ് വരുമ്പോൾ നീ തലചുറ്റി വീണല്ലോ. അതുകൊണ്ട് മകനൊരു പേടി കാണും. കൂടുതലും അതാ. അത് കുറച്ച് കഴിഞ്ഞങ്ങ് മാറിക്കോളും. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്. പ്രഭാഷകൻ 18-ാം അധ്യായം 16-ാം വാക്യം. എന്റെ സക്രിയ, തല കറങ്ങി വീഴുന്ന ലോകത്തിലെ ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ ഞാൻ. പ്രഷർ അല്പം കുറഞ്ഞു പോയപ്പോ പറ്റിയതാ. അല്ലേ തന്നെ ദിവസവും തല കറങ്ങി വീണുകൊണ്ടിരിക്കുകയാണോ ഞാൻ? നമുക്കുമില്ലേ ഓരോരോ ആഗ്രഹങ്ങൾ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, മറ്റുള്ളവരെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കണം. അപ്പ ഈ പറയുന്ന തലകറക്കും പ്രഷറും ഒക്കെ താനേ നിൽക്കും. പിന്നെ എന്നെ പോലെ അല്ലല്ലോ, നീ ആ കാര്യത്തിൽ ഭാഗ്യവാനാ. അത് നീ പറഞ്ഞത് നേരാ. യാതൊരുവിധ വാണിങ്ങുകളോ നിബന്ധനകളോ എൻ്റെ മക്കൾ എനിക്ക് തന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നീ ഭാഗ്യവാനാണെന്ന്. ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും തടസ്സമായിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട. ശരിക്കും പറഞ്ഞ എനിക്കും മടുത്തടാ. അതിപ്പോ എനിക്കൊരു ജയില് തന്നെയാ ആ വീട്. നേരത്തെ പോയതുകൊണ്ട് അവൾക്ക് ഇതൊന്നും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊന്നും വേണ്ടി വന്നില്ല. അല്ല, നീ എന്താ പെട്ടെന്ന് മിണ്ടാതായത്? ദേവസി, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അത് നീ ആ രീതിയിൽ തന്നെ എടുക്കണം. എന്താടാ? നീ നമ്മുടെ മക്കളുടെ നമ്മളോടുള്ള സമീപനത്തെ പറ്റിയാ ഈ നേരം വരെ പറഞ്ഞത്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കാത്തതൊന്നും നമ്മൾക്ക് കിട്ടണമെന്ന് വാശി പിടിക്കാൻ നമുക്കൊരവകാശവുമില്ല. അല്ല, നീ പറഞ്ഞു വരുന്നത് എനിക്ക് അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നതെന്ന്. എൻ്റെ ആലോചന മാത്രമായതെന്ന്. ദേവസി, സക്കറിയ, ശരിയാ നീ പറഞ്ഞത്. ഞാൻ എൻ്റെ മകൻ എന്താ എന്നോട് ഇങ്ങനെയെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ അപ്പനോട് എങ്ങനെയായിരുന്നെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ശരിയാ, എൻ്റെ പ്രവൃത്തികൾ എൻ്റെ അപ്പനെയും അമ്മയെയും എങ്ങനെയെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ലടാ. മറിച്ച് നീ ഇപ്പൊ പറഞ്ഞത് കേട്ട് എൻ്റെ മകന്റെയും മരുമകളുടെയും എന്തെല്ലാം അവഗണകൾ സഹിച്ചാലാണ് എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ പ്രവൃത്തികൾക്ക് പരിഹാരമാവുക എന്ന് ചിന്തിക്കാനാണ് എനിക്ക് തോന്നിയത്. ജീവിതത്തിൽ ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഞാൻ അനുഭവിക്കുക. വിഷമങ്ങൾ കൊടുക്കുന്നവർക്ക് വിഷമങ്ങൾ വരും. സ്നേഹം കൊടുത്തവർക്ക് സ്നേഹവും. എന്തോ നിന്റെ ഈ വാക്കുകൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എടാ നീ അപ്പാ, ഞാനിന്ന് അപ്പനോട് പറഞ്ഞ കാര്യത്തിന് അപ്പം വല്ല വിലയും കൊടുത്താ? മോനെ ജോൺസാ, വേണ്ട ചേട്ടാ, ചേട്ടനൊന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച വഴിയിലേ തലയും കറങ്ങി വീണ് ആശുപത്രി കിടത്തി ചികിത്സിച്ചപ്പോ ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങേർക്കത് മനസ്സിലാക്കിയാൽ എന്താ? മോനെ ജോൺസാ, എഴുന്നേക്ക്, വാ പോവാ, വീട്ടിലേക്ക് പോവാം. നീ ചെല്ലു ദിവസം. ഒരു വക പറഞ്ഞാ കേക്കില്ല. അല്ല, അപ്പൻ എത്ര പറഞ്ഞാലും മനസ്സിലാവൂലേ? വെറുതെ അങ്ങാടും ഇങ്ങാടും പോയി ആൾക്കാരെ കൊണ്ട് അതും പറയിക്കാനായിട്ട്. അപ്പനാണെങ്കിൽ അപ്പാ. ഇനി വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ആ, ഇതെന്താ അപ്പനിങ്ങനെ ഒറ്റയ്ക്ക്? അപ്പൻ ആരെയാ നോക്കിയേക്കണത്? ദേവസ്യേട്ടൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്നേനെ. എന്നിട്ട് ആ സിറ്റിയിലൊക്കെ ഒന്ന് പോയി ഒരു മസാല ദോശയും ചായ കുടിച്ചിട്ട് പോരായിരുന്നു. ഏയ്, ആകെ ഒരു മൂടൗട്ട്. എന്താ എന്താ പറ്റിയത്? എന്താ ഉണ്ടായത്? ആ ദേവസിയുടെ മോൻ വന്ന് അവനെ, ആ ദേവസിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു വിളിച്ചോണ്ട് പോയി. ആ, അത് നമുക്ക് സോൾവ് ചെയ്യാന്നേ. അതിനപ്പം വിഷമിക്കണെന്തിനാ? അപ്പൻ ഈ വണ്ടി കയറിയേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പം എല്ലാം ഓക്കെ ആവും. ഏയ് വേണ്ടടാ മോനെ, നമുക്ക് അല്ലേ വേണ്ട, നമുക്ക് വീട്ടിൽ പോവാം. പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് പോവാം, അതല്ലേ ഉദ്ദേശിച്ചത്. അതെ, നിനക്ക് മനസ്സിലായല്ലേ?
പിന്നല്ലാതെ എൻ്റെ അപ്പം മനസ്സിൽ കണ്ടത് ആ സെക്കൻഡിലത് ഞങ്ങൾ മക്കൾ മനസ്സിലാക്കുമെന്ന് അപ്പനറിയാലോ. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നത് അത് ഉപകരിക്കും. പ്രഭാഷകൻ 3-ാം അധ്യായം 14-ാം വാക്യം. വാ. ആ ആ ആ ആ കേറിക്കോ. പോ. ജോർജേ, നീ എന്തൊക്കെയാ പറയണത്? ഞാൻ അപ്പനെ വഴക്ക് പറയണത് അപ്പനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? സത്യം പറഞ്ഞാൽ അപ്പൻ എങ്ങോട്ടെങ്കിലും പോയാൽ എനിക്ക് പേടിയാണ്. വല്ലയിടത്തും തലയിറങ്ങി വീഴുമോ, വല്ല വല്ലായിക വലുതും വരുമോ എന്നൊക്കെ കരുതി. എന്ന് വെച്ച് ഏത് നേരവും അപ്പൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? ഏത് നേരവും പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ പറ്റൂലേ? ചേടാ, നമ്മുടെ ജോലിയും കാര്യങ്ങളും കളഞ്ഞ് എന്നും അപ്പൻ്റെ ഒപ്പം നടക്കാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കി. ജോൺസൺ ചേട്ടൻ ഞാൻ ഉപദേശിക്കുകയൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ദേവസി ചേട്ടനെ ജോൺസൺ വഴക്ക് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയപ്പം ഞങ്ങളുടെ അപ്പനത് വലിയ വിഷമായി. ഓ, അതാണോ കാര്യം? എനിക്ക് തോന്നി. എൻ്റെ ജോർജെ, വയസ്സായ ഒരിടത്ത് ഒതുങ്ങിക്കൂടണം. അല്ലാതെ തോന്നുന്നതൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. നേരെ ചൊവ്വേ എഴുന്നേറ്റ് നടക്കാനാവതുള്ള വ്യക്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരും ഒതുങ്ങിക്കൂടണോ? നമുക്ക് വേണ്ടി അവർ ചെലവഴിച്ച അത്ര സമയമൊന്നും പറ്റിയില്ലെങ്കിലും അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും സമയം കണ്ടെത്തണം. ജോർജെ, ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാടിനിടയ്ക്ക് എവിടെയാ ഇതിനൊക്കെ സമയം? എന്താടാ, സീരിയസ് ഡിസ്കഷനാണോ രണ്ടാളും കൂടിയിട്ട്? ആ ഞങ്ങളങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ സംസാരിച്ചുകൊണ്ട് നിന്നാടാ. ആ ജോൺസാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ സേവ്യറേ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചു കൊണ്ട് നിന്നതല്ല, വളരെ സീരിയസ് ആയൊരു കാര്യം പറയുകയായിരുന്നു. ആഹാ. എന്താടാ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം? വേറൊന്നുമല്ല, മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിയണ്ടേ? അല്ലാതെ മക്കൾ ഏതു നേരവും കൂടിയിരിക്കുകയും കൂട്ടുകണക്കുകയും വേണമെന്ന് പറഞ്ഞാൽ അത് നടപടിയാകുമോ? അങ്ങനെ വേണമെന്നാ ഈ ജോർജ് പറയണത്. ആണോ? എങ്കിൽ ഈ ജോർജ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പ്. പ്രായമായ മാതാപിതാക്കളെ കൂട്ടിരുന്നും കൂടെ നടന്ന് പരിചരിക്കാനും സ്നേഹിക്കാനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ജീവിതോടാ? ദാ ഇപ്പൊ കണ്ടില്ലേ, ജോലിക്ക് പോയ ഞാനാ അപ്പോഴാ അമ്മയൊന്ന് വിളിക്കുന്നു തോന്നിയത്. സംസാരിച്ച കൂട്ടത്തില് അമ്മ പറയാ അമ്മയ്ക്കൊരു സിനിമയ്ക്ക് പോകണമെന്ന്. സിനിമയ്ക്കോ? ആ, അത് കൊള്ളാം. 82 വയസ്സാണേ. കഴിഞ്ഞ ദിവസം പള്ളി പോയിട്ട് വരുന്ന വഴിക്ക് വഴിയിലെവിടെ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടു. ഏതാ, ഒരു അച്ഛൻ കഥ എഴുതിയതാ, വരയൻ. അപ്പൊ അമ്മയ്ക്ക് അത് കണ്ടേ പറ്റൂ. അല്ല, എനിക്ക് ഒഴിവുള്ളപ്പോൾ എപ്പോഴെങ്കിലും കൊണ്ട് കാണിച്ചാൽ മതി എന്നാ പറഞ്ഞേ. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ദേ ഇന്ന് ലീവാക്കി. ദേ അമ്മയെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കാര്യത്തിൽ ജോർജ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പ്. ഇനി നീ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങണം. എങ്കിൽ ശരിടാ, ഓക്കെ. ഓക്കേടാ. പിന്നെ കാണാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ.
ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. റോമ 12-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പോട്ടറ. ശരി ജോൺ സാർ. എന്താപ്പാ? ആ മോനെ, നമുക്ക് പോയാലോ? ആ പോവാം മോനെ. അപ്പോ ഇന്ന് നേരെ മലയാറ്റൂര്. ഏ മല കയറണോ അതോ താഴത്തപ്പള്ളി പോയിട്ട് വരണോ? ദൈവം സഹായിച്ച് എൻ്റെ മകൻ കൂടെ ഉള്ളപ്പോ ഞാൻ കയറും. അപ്പന് സന്തോഷായടാ. അപ്പന്റെ കാര്യത്തില് ഇതുവരെ ഞാൻ മറന്നും ശ്രദ്ധിക്കാതെയും പോയ എല്ലാ കാര്യത്തിനും എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ. അല്ല മോനെ, അവരെത്തിയില്ലല്ലോ. ആ അതേ വരുന്നു. ആ സക്കറിയ, നിങ്ങളത് കൃത്യസമയത്ത് എത്തിയല്ലോ. നിങ്ങൾ നേരത്തെ എത്തിയ? ആ ഞങ്ങള് റെഡിയാണ്. ആ നമുക്ക് പോയേക്കാം. പോവാം. ആ വണ്ടി എടുത്തോ. വണ്ടി എടുക്കും മോനെ, നിങ്ങൾ വണ്ടി തിരിക്കി. ആ വണ്ടി എടുക്കും മോനെ, പോട്ടെ. ആ വിട്ടോ വിട്ടോ. ആ ഇറങ്ങണം. പോട്ടെ. ആ നിങ്ങൾ വിട്ടോ വിട്ടോ. പോകാം നമുക്കെന്നാ. നിങ്ങൾ വിട്ടോ. ആ ഓക്കെ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 3-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.